നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തി തുടക്കം. ഗുജറാത്തിന്റെ പ്രധാന പേസർമാരായ കാഗിസോ റബാഡയെയും മുഹമ്മദ് സിറാജിനെയും പറപറത്തി 15-കാരൻ വൈഭവ് സൂര്യവംശി വെടിക്കെട്ട് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗില്ലും സംഘവും ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തകരുമെന്ന് കരുതിയതാണ്. എന്നാൽ അവിടെ ഗുജറാത്തിനായി ഒരു രക്ഷകൻ പിറന്നു, റഷീദ് ഖാൻ. 4 ഓവറിൽ 33 റൺസ് മാത്രം വിട്ടുകൊടുത്തു 4 വൻ തോക്കുകളുടെ വിക്കറ്റുകളാണ് താരം നേടിയത്. അതിൽ 3ഉം കുറ്റിതെറുപ്പിച്ചാണ് എന്നതും മറ്റൊന്ന് LBW ആണെന്നതും ആ മികവിന് അടിവരയിടുന്നു. അഫ്ഗാൻ സ്പിന്നറുടെ കറങ്ങിത്തിരിയുന്ന സ്പിന്നിൽ തല കറങ്ങിയവർ ആരൊക്കെയാണെന്നറിയാമോ? ധ്രുവ് ജുറേൽ, രവീന്ദ്ര ജഡേജ, ഡൊണോവോൺ ഫെറേറ, ശുഭം ദ്യൂബെ. 16 പന്തിൽ 36 റൺസാണ് വൈഭവ് നേടിയത്. 3 വീതം സിക്സറും 4കളും അടങ്ങിയ ഇന്നിംഗ്സ് താരത്തെ ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ ആദ്യ 5-ലെത്തിച്ചു. 440 റൺസുമായി 5ാം സ്ഥാനത്താണ് താരം. തൊട്ടു പിന്നാലെ എത്തിയ ധ്രുവ് ജുറേൽ 10 പന്തിൽ 24 റൺസ് നേടി പ്രതീക്ഷ കാത്തതാണ്. എന്നാൽ പിന്നീടെത്തിയവരിൽ ജഡേജക്ക് മാത്രമേ തിളങ്ങാനായുള്ളൂ. ജഡേജ തന്നെ നേടിയതാകട്ടെ 25 പന്തിൽ 38 എന്ന മെല്ലെ പോക്ക് ഇന്നിംഗ്സ്. ഒടുവിൽ 77 റൺസ് അകലെ മുഴുവൻ വിക്കറ്റും നൽകി കീഴടങ്ങി. നേരത്തെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ, സായ് സുദർശൻ എന്നിവരുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിലാണ് ഗുജറാത്ത് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺസ് നേടിയത്. ഗിൽ 44 പന്തിൽ 3 സിക്സറും 9 ഫോറുകളും അടക്കം 84 റൺസ് നേടി. സുദർശൻ 36 പന്തിൽ 2 സിക്സറും 6 ഫോറുകളും അടക്കം 56 റൺസ് നേടി. 20 പന്തിൽ 37 റൺസ് നേടിയ വാഷിംഗ്ടൺ സുന്ദറും മികച്ച സംഭാവന നൽകി. രാജസ്ഥാന് വേണ്ടി ബ്രിജേഷ് ശർമ്മ 2 വിക്കറ്റ് നേടി. ഈ പ്രകടനത്തോടെ ഓറഞ്ച് ക്യാപ്പ് പട്ടികയിൽ ഗില്ലും സുദർശനും ആദ്യ 5-ലെത്തി. ഗില്ലിന് 462 റൺസും സുദർശന് 440 റൺസുമാണുള്ളത്. 494 റൺസുള്ള ഹെൻറിച്ച് ക്ലാസനാണ് ലിസ്റ്റിൽ ഒന്നാമതുള്ളത്. തുടർച്ചയായ 7ാം IPL സീസണിലും റൺ നേട്ടം 400 പിന്നിടുന്ന ചരിത്ര നേട്ടവും ഗിൽ സ്വന്തമാക്കി. 2020 സീസൺ മുതൽ എല്ലാ സീസണിലും താരം 400 എന്ന മൈൽ സ്റ്റോൺ കടന്നിട്ടുണ്ട്. വൻ വിജയത്തോടെ 11 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായി ഗുജറാത്ത് പ്ലേ ഓഫ് കടക്കാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യതാ മാർക്ക് കടന്നിരിക്കുകയാണ്. 11 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റ് തന്നെയായി രാജസ്ഥാന്റെ നില പരുങ്ങലിലായിരിക്കുകയുമാണ്.